നമസ്കാരം, ഞാൻ ജിഷ്ണു വാസുദേവൻ നമ്പൂതിരി. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. അതായത് നമ്മൾ അത്യാവശ്യം ജോലി ചെയ്തു, അധ്വാനിച്ച് നമ്മൾ കുറച്ച് സാമ്പത്തികം ഉണ്ടായി, ഒരു നല്ല നിലയിലേക്ക് വന്നു. അതല്ലെങ്കിൽ നമ്മൾ ഒരു ഫംഗ്ഷന് നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകണു, വെൽ ഡ്രസ്ഡ് ആയിട്ട് നമ്മൾ പോകുന്നു, അല്ലെ പുതിയൊരു കാറ് മേടിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ കണ്ടാൽ അതെങ്ങനെ നമ്മളെ ബാധിക്കും? ദൃഷ്ടിദോഷം പോലെയുള്ള കാര്യങ്ങൾ. അങ്ങനെ നമ്മളിപ്പോൾ ഒരു വെൽ ഡ്രസ്ഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ട്. ഒരു 70% ആൾക്കാർക്ക് നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പം ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. 1-2 ദിവസത്തേക്ക് അവർക്ക് വയ്യ. അതുപോലെ നമ്മൾ സാമ്പത്തികമായിട്ട് ഒരു ഉയർന്ന ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ഡൗൺ ആയി പോകുന്ന സിറ്റുവേഷൻ അവർക്കുണ്ടാവും. ബിസിനസ് ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും പെട്ടെന്ന് അവർക്ക് നഷ്ടങ്ങൾ സംഭവിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്കോ വളരെ മാനസികമായിട്ട് അവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത നിലയിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകും. ഇങ്ങനെ വരുമ്പോൾ അത് ഏത് രീതിയിൽ അതിനെ നമ്മൾ മാനേജ് ചെയ്യണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തീർച്ചയായിട്ടും ഈ ദൃഷ്ടിദോഷം എന്ന് പറയുന്ന സംഭവം ഉണ്ട്. മറ്റൊരാളുടെ ഒരു കണ്ണ്, അല്ലെങ്കിൽ പറയും, ഓ എന്ത് ഗ്ലാമറിലാണ് വന്നേക്കുന്നത്, അല്ലെ എന്ത് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ബാധിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ചോദിക്കുന്ന ആൾക്ക് കരിനാക്കുള്ളത് കൊണ്ടായിരിക്കില്ല. ചില സമയങ്ങളുണ്ട്, ഈ ഗുളികൻ സഞ്ചരിക്കുന്ന കാലങ്ങൾ, അല്ലെ അതുപോലെ ചില പ്രത്യേക സമയങ്ങളിൽ നമ്മൾ ചോദിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും നമുക്കത് നെഗറ്റീവായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ ഒരാൾ ഇപ്പം ഫാമിലി മെമ്പേഴ്സിലായാലും സുഹൃത്തുക്കളുടെ ഇടയിലായാലും അല്ലെ അയൽപക്കം നെയ്ബേഴ്സ് ആയാലും ഉയർന്നു വരുമ്പോൾ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. നമ്മുടെ കുശലാന്വേഷണം ചോദിക്കുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് പോലും നമുക്ക് സന്തോഷമുണ്ടോ ഇല്ലെന്ന് അറിയാനല്ല അവർ ചോദിക്കുന്നത്. നമ്മൾ ഏത് നിലയിൽ നിൽക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവർ ചോദിക്കുന്നത്. എന്നിട്ട് അവർ മാറി നമ്മളെ കുറ്റം പറയും. ഈ സിറ്റുവേഷനൊക്കെ നമ്മുടെ ലൈഫിലേക്ക് നെഗറ്റീവായിട്ട് വരികയും അത് നമ്മുടെ ജീവിതത്തെ താളം തെറ്റിക്കുന്ന നിലയിലേക്ക് എത്തിക്കുകയും കൂടെ ചെയ്യും. ഇതിന് പരിഹാരം ഒന്ന്, നമ്മുടെ പ്രാർത്ഥന വളരെ സ്ട്രോങ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഈ ദൃഷ്ടിദോഷങ്ങൾ, പല വിധത്തിലുള്ള ദൃഷ്ടിദോഷങ്ങൾ നമ്മുടെ ഓറയാണ് ബാധിക്കുക. ആ ഓറയെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഊർജത്തെയാണ് അത് ബാധിക്കുന്നത്. ആ ഊർജത്തെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രവർത്തിക്കാൻ നമുക്ക് പറ്റാതെ വരും. നമ്മുടെ ചിന്താഗതികൾ മാറും, പ്രവർത്തന ശൈലികൾ മാറും. ഇതൊക്കെ നമ്മുടെ കരിയറിനെയും കുടുംബജീവിതത്തെയും നമ്മളെ ബാധിക്കും, താളം തെറ്റുകയും ചെയ്യും. ഇതിന് താൽക്കാലികമായ ഒരു പരിഹാരം എന്ന് പറയുന്നത്, നമുക്ക് വീട്ടിൽ തന്നെ ഒരു വ്യക്തിക്ക് വരുന്ന ദോഷങ്ങൾ, ഞാൻ ആദ്യം ഒരു 3 വർഷം മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു, ഈ വിള എങ്ങനെ മാറ്റാം. അതായത് വറ്റൽമുളകും കല്ലുപ്പും ഒഴിഞ്ഞിട്ടാൽ ഒരു പരിധി വരെ അങ്ങനെയുള്ള ദോഷങ്ങൾ ആ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് മാറി കിട്ടും. അത് നിരവധി ആൾക്കാരത് ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമഃശിവായ ജപിച്ച് ഭസ്മം തൊട്ടാലും ഇതുപോലുള്ള ദൃഷ്ടിദോഷങ്ങൾ, കണ്ണേറുകളൊക്കെ നമുക്ക് കുറഞ്ഞു വരാൻ സാധിക്കും. പിന്നെ നമുക്കെതിരെ ചെയ്തു ദോഷങ്ങൾ വരും. അത് നമ്മൾ കൃത്യമായിട്ട് ഒരു ജോത്സ്യനെ വന്ന് കണ്ട് ഇപ്പം ഈ ചെയ്തു ദോഷം, ഈ ബ്ലാക്ക് മാജിക്ക് അല്ലെ ശത്രുബാധ ദോഷങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് ഒരുപാട് ദേവതകളെ വെച്ച്, ദുർദേവതകളെ വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് ഏത് ദേവതയെ കൊണ്ടാണ്, ഏത് രീതിയിലാണ്, ഏത് ഡിഗ്രിയിലാണ് ചെയ്തേക്കുന്നത്, എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്, ഇതെല്ലാം നമ്മൾ സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ അതിന് കൃത്യമായ ഒരു പരിഹാരം നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്കൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എല്ലാ സ്കാനിങ്ങും ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ജ്യോതിഷത്തിലൂടെ ചിന്തിച്ച് കണ്ടുപിടിച്ചാൽ മാത്രമേ ആ കൃത്യമായ പരിഹാരത്തിലൂടെ അത് എന്നേക്കുമായി ക്ലിയർ ചെയ്യാനും പിന്നീട് നമ്മളിലേക്ക് വരാതെ ഒരു പ്രൊട്ടക്ഷൻ, ഒരു കവചം പോലെ അമ്മയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ആ പ്രാർത്ഥനകൾ മുന്നോട്ട് കൊണ്ടുപോയാൽ പോലും നമുക്ക് ഒരു അനുഗ്രഹം ഉണ്ടാവും. കൂടിയ വിഷയം ഡിഗ്രി ഉള്ളതാണെങ്കിൽ ജ്യോത്സ്യനെ സമീപിച്ച് കൃത്യമായ കർമ്മങ്ങൾ ചെയ്യുക.